بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഏകദേശം 8ഓളം അദബുകൾ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് പാലിക്കാനുണ്ട്. അതിൽ 4 പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. ഞാനൊന്ന് ഓടിച്ചിട്ട് ആ ഭാഗം വേഗം പറയാം. ഒന്നാമത്തെ അദബ്, നമ്മൾ സംസാരിച്ചു പോയ വിഷയമാണ്. ഒന്നാമത്തെ അദബ്, നമ്മൾ ഒളൂഓട് കൂടെ അല്ലാതെ ഉറങ്ങൂല. ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാം. ഒളു ഇല്ലാതെ ഉറങ്ങൂല. എങ്ങനത്തെ ഒളു? ഫർള് നിസ്കാരത്തിന് വേണ്ടി ശറഇൽ എങ്ങനെ ഒളു എടുക്കണമെന്ന് പറഞ്ഞോ അങ്ങനത്തെ ഒളുവുമായി അല്ലാതെ ഉറങ്ങൂല. ഇതാണ് ഒന്നാമത്തെ അദബ്. അപ്പൊ ഒളു നിർബന്ധമായിട്ട് നമ്മൾ എടുത്തിരിക്കണം. ഫർള് നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഉളുവിന്റെ ഗൗരവം ഏതോ ആ ഗൗരവം മുഴുവനും ഉറക്കത്തിന് മുമ്പുള്ള ഉളുവിന് നമ്മൾ പാലിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് ഫർള് നിസ്കാരത്തിന് വേണ്ടിയുള്ള ഉളുവില് പല്ല് തേക്കുക എന്നത് ശക്തമായ സുന്നത്താണ്. ഉറങ്ങുന്നതിന് മുമ്പുള്ള ഉളുവില് പല്ല് തേക്കണം. ഒന്നാമത്തെ അദബ് വീണ്ടും പറയുന്നു, പല്ല് തേക്കലിനോട് കൂടെയുള്ള എല്ലാ ആദാബുകളും പാലിച്ചുള്ള ഫർള് നിസ്കാരത്തിന് വേണ്ടി എങ്ങനെയാണോ ഉളു എടുക്കുന്നത് അതുപോലത്തെ ഒരു ഉളു ഉറങ്ങുന്നതിന് മുമ്പ് എടുക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വലതുവശം ചെരിഞ്ഞ് കിടന്നുറങ്ങുക. കിടക്കല് തുടങ്ങുന്നത് വലതുവശം ചെരിഞ്ഞിട്ടാണ്. ഉറങ്ങിയ ശേഷം എങ്ങനെ സംഭവിച്ചാലും കുഴപ്പമില്ല. മൂന്നാമത്തേത്, കൈകാലുകൾ വിടർത്തി വെച്ച് മലർന്നു കിടക്കുന്ന ആ കിടത്തം ഒഴിവാക്കുക. നാലാമത്തേത്, ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ ഒരാള് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ കിടപ്പറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനോ ദിക്റുകളോ അങ്ങനെ എന്തെങ്കിലും ഓതിയും ചൊല്ലിയും ഒക്കെ ആയിരിക്കണം അവൻ കിടന്നുറങ്ങേണ്ടത്. ഉറങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യണം. ഓതാനുള്ളതും ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലി വേണം ഉറങ്ങാൻ. ഇങ്ങനെ 4 അദബുകളാണ് പറഞ്ഞത്. 5ാമത്തെ അദബ്, നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഇടയിൽ വന്നിരിക്കുന്ന വിഷമങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിയിക്കേണ്ട സന്ദർഭമാണെങ്കിൽ പൊരുത്തപ്പെടിയിച്ചുകൊണ്ട് വേണം ഉറങ്ങാൻ. നമുക്ക് ബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ ബാധ്യതകളെ കുറിച്ച് മറ്റേയാളെ, കൂടെയുള്ളത് ഭാര്യയാണെങ്കിൽ ഭാര്യയോട്, ഭർത്താവാണെങ്കിൽ ഭർത്താവിനോട് അങ്ങോട്ട് പറഞ്ഞ് ഒരു ധാരണ കൊടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അപ്പോ നമുക്കിടയിൽ പരസ്പരം പൊരുത്തപ്പെടിയിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുക എന്നതാണ് 5ാമത്തെ അദബ്. സുദീർഘമാക്കുന്നില്ല. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, ഭാര്യയോട് ഭർത്താവ് അവൻ ചെയ്തു കൊടുക്കേണ്ട ഹക്കുകളിൽ വല്ലതും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു തരാൻ ആവശ്യപ്പെടണം. നേരെ തിരിച്ച് ഭാര്യയും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ട ഏതെങ്കിലും കാര്യങ്ങളിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണമെന്ന് പറയണം. ഏകദേശം അതെല്ലാ രാത്രിയും ചെയ്യണമെന്നല്ല, എന്നാൽ ആ ഒരു ധാരണ പുറത്തായിരിക്കണം കിടക്കാൻ വരേണ്ടത്. ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ അയാളുടെ പൊരുത്തമില്ലാതെയാണ് വന്ന് കിടക്കുന്നതെങ്കിൽ അവൾ അന്ന് നിസ്കരിച്ച നിസ്കാരങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. ഞാൻ ആ ഭാഗം ഒന്ന് അല്പം പറയാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടതായി. എന്താണ് ഹദീസ്? ഇമാം ഖത്തീബ് തിബ്രീസി മിഷ്കാത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസ്. 3 വിഭാഗം ആളുകളുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചെയ്യുന്ന ഒരു അമലും ഉയർന്നു പോവുകയില്ല. ആ 3 വിഭാഗം ആളുകൾ. ഒന്നാമത്തേത്, പിണങ്ങിപ്പോയ അടിമ. യജമാനന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നത് വരെ അള്ളാഹു ആ അടിമയുടെ അമലൊന്നും സ്വീകരിക്കൂല.
രണ്ടാമത്തെ വിഭാഗം ഭർത്താവിന്റെ കോപത്തിന് വിധേയയായ ഭാര്യ. ഭർത്താവ് ദേഷ്യപ്പെട്ടിരിക്കുക ഭാര്യയോട്, ഭർത്താവിനൊരു പൊരുത്തക്കുറവുണ്ട്, ആ ഭാര്യയുടെ അമലും അള്ളാഹു സ്വീകരിക്കുക. മൂന്നാമത്തേത് ലഹരി ഉപയോഗിച്ച് മസ്ത് പിടിച്ചിരിക്കുന്നവൻ ആ മസ്തിൽ ലഹരിയുടെ അവസ്ഥയിൽ ചെയ്യുന്ന അമലുകളും അള്ളാഹു സ്വീകരിക്കൂല. ഇങ്ങനെ 3 വിഭാഗത്തിന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കൂല. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം, ഭാര്യ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അവളുടെ അമലുകളൊന്നും അള്ളാഹു സ്വീകരിക്കൂല. ഒരു മരണത്തെ പ്രതിനിധാനം ചെയ്യുന്ന പോലെയാണ് ഉറക്കത്തെ പരിശുദ്ധ പ്രമാണങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അത് ശരിക്കും പറഞ്ഞതാണ്. അപ്പോൾ മരിക്കാൻ പോകുന്ന ഒരാൾ ഏതൊരു ഫീലിംഗിലാണോ അതേ ഫീലിംഗിലായിരിക്കണം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ആഴം എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലൗ കുന്തു ആമുറു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ല അമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണം എന്ന കൽപ്പന ഉണ്ടാകുമായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ പെണ്ണിനോടാണ് കൽപ്പിക്കുക, അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ. അത്രത്തോളം വലിയ ഒരു ബന്ധമാണ്, ആദരണീയമായ പവിത്രതയുള്ള ഒരു ബന്ധമാണ് ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ളത്. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ആ ഭാഗവും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഭാര്യയും ഭർത്താവും പരസ്പരം പൊരുത്തപ്പെടിയിക്കേണ്ട കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെടിയിച്ച് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം കിടന്നുറങ്ങാൻ. അതും ഇബാദത്താകാനുള്ള നിബന്ധനയാണ്. ഉറക്കം ഇബാദത്താവാനുള്ള അദബുകളിൽ മഹാന്മാർ അത് എണ്ണിയിട്ടുണ്ട്. ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുന്ന പോലെ തന്നെ ഭർത്താവും ഭാര്യയോട് പൊരുത്തം ചോദിക്കാവുന്നതാണ്. ആരും കേൾക്കാനില്ലല്ലോ, കിടപ്പറയല്ലേ. ഇമാം തുർമുദി തന്നെ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന മിൻ അക്മലിൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ അഹ്സനുഹും ഖുലുഖാ വഅൽതഫഹും ബിഅഖിലിഹി നബിയുനാ റസൂലുള്ളാഹി. തീർച്ചയായും ഈമാൻ പൂർണ്ണമായ മുഅ്മിനീങ്ങൾ, ഈമാൻ പൂർണ്ണമായ വിശ്വാസികൾ ആരാണെന്നറിയുമോ? അവർ നല്ല സ്വഭാവക്കാരും തങ്ങളുടെ പത്നിമാരോട്, കുടുംബത്തോട്, മക്കളോട്, ഭാര്യയോട് വളരെ അലിവോടുകൂടെ പെരുമാറുന്നവരുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയോട് അലിവോടുകൂടെ, ഭാര്യ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ മനസ്സിൽ അലിവ് തോന്നുന്നു, ഈമാന്റെ അടയാളമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവളുടെ മുന്നിൽ ഏറ്റു പറയേണ്ടത് ഏറ്റു പറയാം. ഒരു സൂറി അങ്ങോട്ട് പറഞ്ഞു എന്ന് വെച്ച് നീ വലുതാവുള്ളൂ. വാശി പിടിച്ചു നിൽക്കേണ്ട ഘട്ടമല്ല ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ ഇത്തരം മേഖലകൾ. ഒരാൾ മരിക്കാൻ പോകുമ്പോൾ അവൻ പൊരുത്തം ചോദിക്കുന്ന പോലെ തന്നെ പൊരുത്തം ചോദിച്ച് ഉറങ്ങാണ്. ഉറക്കം മരണമാണെന്നാ ഖുർആൻ പറഞ്ഞത്. വഹുവല്ലദീ യതവഫാകും ബില്ലൈലി എന്നാ പറഞ്ഞത്. രാത്രി അള്ളാഹു നിങ്ങളെ മരിപ്പിക്കുന്നു, എല്ലാ രാത്രിയിലും. അപ്പോൾ മരണത്തെ എങ്ങനെയാണോ കണ്ടുമുട്ടുന്നത് ആ ഒരു പരിഗണനയിലായിരിക്കണം സ്വന്തം ഉറക്കത്തിന്റെ അവസ്ഥയെ നാം കാണേണ്ടത്. മാത്രവുമല്ല ഭാര്യയോട് പൊരുത്തം ചോദിക്കണം. ഭാര്യയോട് പൊരുത്തപ്പെടിയിച്ച് ഭാര്യയെ സന്തോഷിപ്പിച്ച് രണ്ടുപേരും പിണക്കങ്ങൾ മാറ്റിയിട്ട് വേണം കിടന്നുറങ്ങാൻ. 5ാമത്തെ അദബ് അതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കൂട്ടത്തിലൊന്ന് പറയട്ടെ, ഭാര്യയോട് സമീപിക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഉളൂ മുറിയും കിടപ്പറയുടെ അകത്ത് വലതുവശം ചെരിഞ്ഞു കിടന്നു തുടങ്ങിയ ശേഷം ഭാര്യ തൊട്ടോ അല്ലെങ്കിൽ ഭർത്താവ് തൊട്ടോ ഉളൂ മുറിഞ്ഞാൽ ശറഇല മുറിയല് പരിഗണിക്കപ്പെടുന്നതല്ല. എന്ന് വെച്ചാൽ അത് വെച്ച് സുബഹി നിസ്കരിക്കാൻ പറ്റില്ല, അത് വെച്ച് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉളൂ എടുത്തു എന്ന പരിഗണന തന്നെയാണത്. അതുകൊണ്ട് അമലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. ഇനി കേട്ടോ, ശാരീരികമായ വീഴ്ചകൾ കിടപ്പറയിൽ ഉണ്ട് എങ്കിൽ അവിടെയും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനും അദബുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭാര്യയുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് വേണം ചെല്ലാൻ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ശാരീരികമായി ബന്ധപ്പെടുന്നുവെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടുന്നതും കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥ ഉള്ളവർ ബന്ധപ്പെടുമ്പോഴാണെങ്കിലും ഈ ദിക്ർ ചൊല്ലണം. കാരണം അത് ശൈത്വാൻ അതിന്റെ ഇടയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹബീബ് പഠിപ്പിച്ചു, ഫഇന്നഹു ഇദാ വുജിദ ലക വലദുൻ കുതിബ ലക ബിഅദദി അൻഫാസിഹി വഅൻഫാസി ദുർരിയതിഹി ഹസനാത്.
ഭാര്യ ഭർത്തൃ ബന്ധത്തിന് മുന്നേ, ശാരീരികമായ ബന്ധത്തിന് മുന്നേ ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടാണ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാന വജന്നിബി ശൈത്വാന മാ റസഖതനാ, ഈ ദിക്ർ ഇത് ചൊല്ലിയിട്ട് ഭാര്യ ഭർത്തൃ ബന്ധം, ശാരീരിക ബന്ധമുണ്ടായി. അതിനുശേഷം ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ആയുസ്സിൽ ആ കുട്ടി ശ്വസിക്കുന്ന ശ്വസനത്തിന്റെ എണ്ണം, നിശ്വാസത്തിന്റെ എണ്ണം, ആ കുട്ടിയുടെ തലമുറയിലൂടെ പിന്നീട് ലോകാവസാനം വരെ വരാനിരിക്കുന്ന സർവ്വ കുട്ടികളും ശ്വസിക്കുന്ന ശ്വസനത്തിന്റെയും നിശ്വാസത്തിന്റെയും എണ്ണം എടുത്തിട്ട് നീ അന്ന് ശാരീരിക ബന്ധത്തിന്റെ നേരത്തെ ചൊല്ലിയ ബിസ്മിയുടെ പവിത്രതയെ മാനിച്ച് ഈ തലമുറകൾ മുഴുവനും ശ്വസിച്ച ശ്വസനത്തിന്റെ എണ്ണം നിനക്ക് നന്മയായി അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം റാസി തഫ്സീറുൽ കബീറിലെ ഹദീസ് പറയുന്നുണ്ട്. അപ്പൊ അഞ്ചാമത്തെ അദബ്, ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ ഇടയിലുള്ളതായ പൊരുത്തക്കേടുകൾ പൊരുത്തപ്പെടിയിച്ചിട്ട് വേണം രണ്ടാളും കിടന്നുറങ്ങാൻ. ആറാമത്തെ അദബ്, നമ്മൾ കിടക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ മെത്തയുണ്ടല്ലോ, ബെഡുണ്ടല്ലോ, തലയണയുണ്ടല്ലോ, ഒന്ന് കൊട്ടിക്കൊടഞ്ഞിട്ട് വേണം കിടക്കാൻ. തലയണയൊക്കെ നല്ലോണം സെറ്റ് ചെയ്ത് നല്ല ഇങ്ങനെ അപ്പം ചുട്ടുവെച്ച മാതിരിയൊക്കെ ആയിരിക്കും ബെഡും ഒക്കെ. എന്നാലും ആ തലയണൊക്കെ ഒന്ന് പൊക്കി ആ പുതപ്പൊക്കെ ഒന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൊട്ടി കുടഞ്ഞ് വേണം. പ്രത്യേകിച്ച് തലയണ പൊക്കി നോക്കിയിട്ട് ഒന്ന് താഴെ ഇടണം. അത് സുന്നത്താണ്, അത് ചെയ്യണം. അത് ഉറക്കം ഇബാദത്താവാനുള്ള അദബുകളിൽ മഹാന്മാരെണ്ണിയതാ. നമ്മൾ തലയണൊക്കെ ഒന്ന് പൊക്കി താഴേക്കിടാന്ന് പറഞ്ഞാൽ നിലവിലിരിക്കുന്നിടത്തിലേക്ക് തന്നെ പൊക്കി ഒന്ന് വെക്കണം. അതിന്റെ അടിയിലൊക്കെ വല്ലതും ഉണ്ടാവേ, പറയാൻ പറ്റൂല. അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ കൂടുതലാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത് പാമ്പ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, വേറെന്തെങ്കിലും ആവാം, വേറെ എന്തെങ്കിലും ആവാം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കണ്ടോ? അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم إذا آوى أحدكم إلى فراشه فلينفض فراشه بداخلة إزاره. നിങ്ങളിൽ ഓരോരുത്തരും കിടക്കാൻ നിങ്ങളുടെ കിടപ്പറയിലേക്ക് സമീപിക്കുമ്പോൾ അവിടെ പുതപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിരിപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ കിടപ്പറയിൽ നിങ്ങൾ കിടക്കാൻ പോകുന്ന മെത്തേക്കൊന്ന് കൊട്ടിക്കൊടയണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുതപ്പും വിരിപ്പും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉടുത്തിരിക്കുന്ന ഉടുമുണ്ടിന്റെ കോന്തല വെച്ചെങ്കിലും അതിന്റെ തല വെച്ചെങ്കിലും ഒന്ന് തട്ടിക്കൊടയണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു ലാ യദ്രി മാ ഖൽഫഹു അലൈഹി. എന്തെങ്കിലും ഉപദ്രവകാരികളായ വസ്തുക്കളോ സാധനങ്ങളോ ജീവികളോ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ നമ്മൾ അറിയൂല. പലപ്പോഴും പല കിടപ്പറകളിലും ഈ കട്ടിലിന്റെ അടിയിലൊക്കെ നോക്കുന്നത് നല്ലതാണ്. എല്ലാ നിലക്കുമുള്ള സുരക്ഷിതത്വം ഉറങ്ങുന്നതിന് മുമ്പ് എത്രത്തോളം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഉറങ്ങുന്നതിന് മുമ്പേ ഇമാം ബുഖാരി ഇവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകയുന്നുണ്ടെങ്കിൽ അത് കിടത്തി തീ അണച്ചിട്ട് വേണം വന്ന് കിടക്കാൻ. എന്താണ് കാരണം? എലി എന്ന് പറയുന്ന ജീവി എല്ലാ വീട്ടിലുണ്ട്. ഏത് വീട്ടിലും എലി ഉണ്ടാവും. എലി തീയിനെ മറ്റു ഭാഗത്തേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വലിയൊരു അപകടം സംഭവിക്കാതെ എലി വീട്ടിലുണ്ടെങ്കിൽ, ഒരു വീട്ടിലും എലി ഇല്ലാത്തല്ല കേട്ടോ, എല്ലാ വീട്ടിലും ഉണ്ടാവും എലി. പെരപാർക്കലൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അടുക്കളയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മൂപ്പര് വന്ന് കൂടിയിട്ടുണ്ടാവും, അറിയൂല. അപ്പോൾ തീയ അണയ്ക്കണം, ഗ്യാസ് ഓഫ് ചെയ്യണം. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആറാമത്തെ അദബ് അതാണ്. എങ്കിൽ ഏഴാമത്തെ അദബ്, നമ്മുടെ കിടപ്പറയിൽ മക്കളെ മാറ്റിക്കിടത്തണം. എങ്ങനെയാണെന്ന് നോക്കിയോട്ടോ മക്കളെ മാറ്റിക്കിടത്തുന്നത്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. ആ ഹദീസ് അതിന്റെ കുറച്ചും കൂടി ബാക്കിയുണ്ട്, അതും കൂടി കേൾക്കാനുണ്ടായിരുന്നു. ഹദീസ് ഞാൻ വായിക്കാം. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. عن عمرو بن شعيب رضي الله عنه عن أبيه عن جده قال رسول الله صلى الله عليه وسلم. മഹാനായ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുറൂ ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീൻ.
നിങ്ങളുടെ കുട്ടികൾക്ക് 7 വയസ്സ് പ്രായമാകുമ്പോൾ നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായിട്ടും അവർ നിസ്കരിച്ചില്ല എങ്കിൽ 10 വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അവരെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ തല്ലണം, അടിക്കണം. ആലോചിക്കണം. 7 വയസ്സാകുമ്പോ കുട്ടികളോട് നിസ്കരിക്കുന്ന കൽപ്പിക്കണം. അപ്പൊ അതിന്റെ മഫ്ഹൂം എന്താ? കൽപ്പിച്ച കുട്ടി പോയി ചെയ്യണം എന്നല്ലേ? 7 വയസ്സുകാരനോട് പോയി നിസ്കരിക്കടാ എന്ന് പറഞ്ഞാൽ പോയി അവൻ നിസ്കരിക്കണമെങ്കിൽ അവൻ 7 വയസ്സിലല്ല നിസ്കാരം പഠിക്കേണ്ടത്. കുട്ടികൾ അനുകരിച്ചു തുടങ്ങുന്ന ഒരു പ്രായമുണ്ട്. നല്ല നല്ല സിനിമാ പാട്ടൊക്കെ നമ്മുടെ മക്കൾ നന്നായിട്ട് ഉച്ചാരണ ശുദ്ധിയോടുകൂടെ പാടുകയും പല ഡാൻസ് അനുകരിക്കുകയും അല്ലെ, ടിക്ടോക്കിലൊക്കെ കുട്ടികളെ വെച്ച് ഇങ്ങനെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ചെറിയ ഷോർട്ട് വീഡിയോസിലൊക്കെ കുട്ടികളെ വെച്ച് ഇങ്ങനെ ഡാൻസ് കളിപ്പിച്ചും അങ്ങനെ അവർ അനുകരിക്കുന്ന ഓരോ രീതികളുണ്ട്. ആ പ്രായത്തിലേക്ക് എത്തുമ്പോൾ അവരെ നിസ്കരിപ്പിക്കണം. പെൺകുട്ടികളെ തട്ടനിടാൻ പഠിപ്പിക്കണം. വാങ്ക് വിളിക്കുമ്പോ വാങ്കാണ് വിളിക്കുന്നത്, മിണ്ടരുതെന്ന് നമ്മുടെ മക്കൾ പറയും വിധം അവർ അതിനെക്കുറിച്ച് ബോധവാന്മാരാവാൻ, വാങ്ക് കേട്ടാൽ വാങ്കാണെന്ന് തിരിയുന്ന പ്രായത്തിൽ അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു പരിശീലനം കിട്ടിയ 7 വയസ്സിലെത്തിയ കുട്ടിയോട് നീ നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ അവൻ പോയി നിസ്കരിക്കണം. അതാണ് പറഞ്ഞത്. അല്ലാതെ 7 വയസ്സിൽ നിസ്കാരം പഠിപ്പിക്കണം എന്നല്ല. 7 വയസ്സിൽ കുട്ടി ചെയ്യണം. 7 വയസ്സിൽ പരമാവധി ചെയ്യിക്കണം. 8 വയസ്സിൽ എന്തായാലും ചെയ്യിക്കണം. 9 വയസ്സിലും ചെയ്യിക്കണം. 10 ആയി കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നില്ല എന്ന ഒരവസ്ഥയാണ് കാണുന്നത്. 7ലും ചെയ്തിട്ടില്ല, 8ലും 9ലും 10ലും. എന്നാൽ തല്ലണം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസിന്റെ ബാക്കി കേട്ടോ. വഫർരിഖൂ ബൈനഹും ഫിൽ മലാജിഇ. ഈ പ്രായപരിധിയെ തന്നെ മാനദണ്ഡമാക്കി അവരെ കിടപ്പറയിൽ വിട്ടുപിരിക്കണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിടപ്പറയിൽ വിട്ടുപിരിക്കണം. അതെങ്ങനെയാ? ആൺകുട്ടിക്ക് 7 വയസ്സായി, പെൺകുട്ടിക്ക് 8 വയസ്സായി, അല്ലെങ്കിൽ അവരെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കിടത്തണം. അതോടൊപ്പം ഉമ്മയുടെയും വാപ്പയുടെ അടുത്തുനിന്നും മാറ്റിക്കിടത്തണം. കുട്ടികളെ മാറ്റി കിടത്തണം. 2 പായ മേടിച്ചാൽ മതിയല്ലോ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കിടത്തിയാൽ മതി. ചേർത്ത് കിടത്തരുത്. അത് കുട്ടികൾക്കിടയിൽ തന്നെ പരസ്പരം വേണം. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഈ പറഞ്ഞ പ്രായം കഴിഞ്ഞാൽ അടുത്തടുത്ത് കിടത്തരുത്. ഒന്നും ഉണ്ടായിട്ടല്ല, ഒരു സുന്നത്താണിത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളിൽ കുട്ടികൾക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്. കുട്ടികൾ ഇത് കുറെ അറിയാവുന്ന മക്കളാണ്. അതുകൊണ്ട് അവരിൽ ഒരു നിലക്കും ഒരു ദുഷിച്ച വിചാരങ്ങളോ ചിന്തകളോ വരാത്ത വിധം അവരുടെ മനസ്സിന്റെ പവിത്രതയെ, നിഷ്കളങ്കതയെ നിലനിർത്തണം. കിടപ്പറയിൽ അവരെ 10 വയസ്സാകുമ്പോഴേക്കും പൂർണ്ണമായും മാറ്റിക്കെടുത്തിയിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. 7ാമത്തെ അദബ് അതാണ് എങ്കിൽ 8ാമത്തെ അദബ് കേട്ടോ. അർറജാഉ അലാ അൻ യറാ റുയൻ സാലിഹതൻ വസാദിഖാ. 8ാമത്തെ അദബ് നല്ല സ്വപ്നം കാണാൻ ആഗ്രഹിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും നല്ല സ്വപ്നം ഏതാ? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണലല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല സ്വപ്നം കാണാൻ ആഗ്രഹിക്കണം. നല്ല സ്വപ്നം കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ നല്ല സ്വപ്നം കാണണം എന്ന് രാത്രി ഇങ്ങനെ ദുആ ചെയ്യണം. പിന്നെയോ അതോടൊപ്പം ആ സ്വപ്നം ഉപകാരമുള്ളതാവാനും ദുആ ചെയ്യണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കണ്ടോ? മഹാനായ ഇബ്നു സീരീൻ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ അഹ്ലാമിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങാൻ നേരം എന്ത് ചെയ്യുമായിരുന്നു? കിടപ്പറയിലേക്ക് എത്തി കിടക്കാൻ തുടങ്ങുമ്പോൾ കാലത്ത് മഹ്ദി അവറുകൾ നേരത്തെ നമ്മൾ പറഞ്ഞ അദബുകളൊക്കെ ഇങ്ങനെ പാലിച്ചിട്ട് അവസാനം മഹ്ദി അവറുകൾ ഒരു ദുആയും കൂടി ചെയ്തിട്ടാ കിടക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റുഇയൻ സ്വാലിഹതൻ സ്വാദിഖതൻ ഗൈറ കാദിബത്തിൻ നാഫിഅതൻ ഗൈറ ളാറത്തിൻ ഹാഫിളതൻ ഗൈറ നാസിയാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദുആയ. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ചോനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു,
റുഇയൻ സാലിഹത്തൻ സാദിഖത്തൻ ഗൈറ കാദിബ. പിശാച് കാണിക്കാത്ത, പിശാച് സ്വപ്നം കാണിക്കും, അതിനുള്ള കഴിവ് അവനുണ്ട്. അതിനുള്ള കഴിവ് അള്ളാഹു പിശാചിന് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവോട് ചോദിച്ചു വാങ്ങിയ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണത്. മനുഷ്യന്മാരെ മോശമായ സ്വപ്നം കാണിക്കാൻ അവന് കഴിയും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്ത് കടന്നു വരാം. മോശമായ സ്വപ്നങ്ങള് അള്ളാഹു വൽ ഹുൽമു മിനശ് ശൈത്താൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോശമായ സ്വപ്നം കാണിക്കാൻ പിശാചിന് അള്ളാഹു അനുവാദം കൊടുത്തിട്ടുണ്ട്. സ്വപ്നം കാണുക എന്നത് രക്തത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ഒരു ശാസ്ത്രീയ വിശദീകരണമാണ് നമുക്കത് സംബന്ധമായിട്ട് കാണാനുള്ളത്. രക്തസഞ്ചാരവുമായി ബന്ധപ്പെട്ടാണ് സ്വപ്നം കാണൽ സംഭവിക്കുന്നത്. രക്തസഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഇന്ന ശൈത്താന യജിരി മിൻ അഹദിക്കും മജറദ്ദം, രക്തം സഞ്ചരിക്കുന്നതിലൂടെ ആ സഞ്ചാരപദം ശൈത്താനും ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങളുടെ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ അവന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശൈത്താനെ അല്ലാഹു തആല ആ കാര്യത്തിൽ അനുവാദം കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവോട് ആയിഷ ബീവി ദുആ ചെയ്യുമായിരുന്നു, പടച്ച റബ്ബേ, എനിക്ക് സത്യസന്ധമായ അർത്ഥമുള്ള സ്വപ്നം കാണണമല്ലാ. പിന്നെയോ നാഫിഅതൻ ഗൈറ ളാറ, എനിക്ക് ഉപകാരം കിട്ടുന്ന, എനിക്ക് വിഷമമുണ്ടാവുന്ന സ്വപ്നമാവല്ലേ അല്ലാ. ഹാഫിളതൻ ഗൈറ നാസിയ, നേരം പുലർന്നാൽ എനിക്ക് ഓർമ്മ കിട്ടുന്ന സ്വപ്നമായിരിക്കണമല്ലാ. ആയിഷ റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുമായിരുന്നു. ഇപ്പൊ 8 അദബുകൾ നമ്മൾ പറഞ്ഞു. ഉറക്കം ഇബാദത്താവാൻ ഈ 8 അദബ് പാലിക്കണം. 1, ഫർള് നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യുന്നത് ഏതൊരു ഗൗരവത്തോടു കൂടെയാണോ ആ ഗൗരവവും അവിടെ വുളൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ അദബുകളും ഉപയോഗപ്പെടുത്തി തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് വുളൂ ചെയ്യണം. ഒന്നാമത്തേതാണ്. രണ്ടാമത്തേത്, വലതുവശം ചെരിഞ്ഞിട്ട് ഖിബില കാണത്തക്ക രീതിയിൽ ഖിബിലയിലേക്ക് മുഖം തിരിച്ച് കിടന്നു തുടങ്ങണം. മൂന്നാമത്തേത്, കൈകാലുകൾ വിടർത്തിപ്പിടിച്ച് പറ്റെ മലർന്ന് കിടന്നുറങ്ങരുത്. നാലാമത്തേത്, ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ദിക്റുകളോ സ്വലാത്തുകളോ ഖുർആന്റെ ആയത്തുകളോ ഖുർആന്റെ സൂറത്തുകളോ ഒക്കെ ഓതിയും ചൊല്ലിയുമൊക്കെ ആയിരിക്കണം കിടക്കേണ്ടത്. അഞ്ചാമത്തേത്, ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ ഇടയിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും പൊരുത്തക്കേടുകളും പരസ്പരം പറഞ്ഞു പൊരുത്തപ്പെടിയിക്കണം. ആറാമത്തേത്, കിടപ്പറയിൽ നാം കിടന്നുറങ്ങേണ്ട ബെഡും തലയിണയുമൊക്കെ ഒന്ന് കൊട്ടിക്കൊടഞ്ഞു വേണം, തട്ടിമുട്ടി വേണം വീണ്ടും കിടക്കാൻ. പിന്നെയോ ഏഴാമത്തേത്, പ്രായം 7 മുതൽക്കപ്പുറത്തേക്ക് 10 എത്തിയ മക്കളെ കിടപ്പറയിൽ വിട്ടുപിരിക്കണം. മക്കളാണും പെണ്ണും വേറെ വിട്ടുപിരിക്കണം. ഉമ്മയുടെ വാപ്പയുടെ അടുത്തുനിന്ന് അതും വിട്ടുപിരിക്കണം. എട്ടാമത്തെ അദബ്, നല്ല സ്വപ്നം കാണാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ 8 അദബുകൾ കൊണ്ട് നമുക്ക് ഉറക്കം ഇബാദത്താക്കാൻ പറ്റും. ഇനി ഞാൻ പെട്ടെന്ന് പറയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കത്തിന്റെ ശേഷവും ഉറക്കത്തിന്റെ ഉള്ളിലും ഉറക്കത്തിന്റെ ഇടയിലുമൊക്കെ അദബുകളുണ്ട്. കണ്ടോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അൻ നബി ഖത്താദ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറുയ സ്വാലിഹത്തു മിനല്ലാഹി വൽ ഹുൽമു മിനശ് ശൈത്വാനി. നല്ല നല്ല സ്വപ്നങ്ങൾ അള്ളാഹു തരുന്ന ഒരു ഔദാര്യമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല നല്ല സ്വപ്നം കിട്ടുന്നത് അല്ലാഹു തരുന്ന ഒരു ഔദാര്യമാണ്, നിന്റെ ഭാഗ്യമാണ്, നിനക്ക് കിട്ടുന്ന ഒരു നേട്ടമാണ്. മോശമായ സ്വപ്നം പിശാചിന്റെ ഭാഗത്ത് നിന്നാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ വിഷയം കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ സ്വപ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മോശമായ സ്വപ്നം പിശാചാണ് അതിന്റെ പിന്നിൽ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഫഇദാ റഅ അഹദുകും മാ യുഹിബ്ബു ഫലാ യുഹദ്ദിസ് ബിഹി ഇല്ലാ മൻ യുഹിബ്ബു. നിങ്ങൾ ഇന്നലെ രാത്രി കണ്ട സ്വപ്നം നിങ്ങൾക്ക് സന്തോഷം തരുന്ന സ്വപ്നമാണ് എങ്കിൽ ആ സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾ ആരോടും പറയല്ലേ. നിങ്ങളോട് സ്നേഹമുള്ള ആളോടല്ലാതെ പറയാൻ പാടില്ല. ഇവിടെ ഒരു വ്യാഖ്യാനം ഉണ്ട് കേട്ടോ. ഈ സ്നേഹമുള്ള ആള് വിവരമുള്ള ആളും കൂടി ആയിരിക്കണം.
ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടൂടി എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് പോയി പറയുമ്പോ ഒന്ന് ആലോചിക്കണം. ഒരു നാസിഹായ ആലിമിനോടായിരിക്കണം സ്വപ്നം പറയേണ്ടത്, അല്ലാതെ എല്ലാവരോടും പറയാൻ പറ്റൂല. ഇന്നലെ കണ്ട നല്ല സ്വപ്നം നിനക്ക് സന്തോഷം തന്ന സ്വപ്നമാണ് എങ്കിൽ നിന്നോട് ഇഷ്ടമുള്ള നാസിഹായ ആലിമ്, നിന്നോട് അസൂയ തോന്നാത്ത ആലിമിനോടായിരിക്കണം പറയേണ്ടത്. എപ്പോ പറയണം? വൈകുന്നേരമല്ല പറയേണ്ടത്, 5 ദിവസം കഴിഞ്ഞിട്ടല്ല പറയേണ്ടത്, തൊട്ടടുത്ത സുബഹി കഴിഞ്ഞിട്ടുള്ള സമയത്ത് പറയണം. സ്വപ്നം പറയേണ്ട സമയം അതാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുന്നത് സുബഹി നിസ്കാര ശേഷമാണ്. അവിടെ സ്വപ്നം വിസ്തരിക്കപ്പെടുന്നത് സുബഹിക്ക് ശേഷമാണ്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയേണ്ട സമയം സുബഹിക്ക് ശേഷമാണ്. ആ സമയത്ത് പറഞ്ഞാൽ ആ സ്വപ്നത്തിന് ആ വ്യാഖ്യാനം ഫിറ്റ് ആവും. അത് അതിന്റെ അദബിൽപ്പെട്ടതാണ്. ഇപ്പൊ ഭാര്യയോട് പറയാം, ഭാര്യ ഭർത്താവിനോട് പറയാം, എന്ത് ചെയ്യാ, ഈ പെണ്ണിന് നല്ല വിവരം ഉണ്ടെങ്കിൽ പറയാം. എന്തായാലും നിന്നോട് അസൂയ ഉണ്ടാവില്ല, നിന്റെ ഭാര്യയല്ലേ. ഭാര്യ എന്നോർത്ത് എല്ലാം പറയണമെന്നൊന്നുമില്ല. ഭാര്യ കണ്ട നല്ല സ്വപ്നം ഭർത്താവിനോട് പറയാം. അദ്ദേഹത്തിന് വിവരമില്ലെങ്കിലും വിവരമുള്ളവരോട് എത്തിക്കാൻ വേണ്ടി അയാളെ ഏൽപ്പിക്കാം. പക്ഷെ സുബഹിക്ക് തന്നെ വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സന്തോഷമുള്ള സ്വപ്നം കണ്ടാൽ ആരോടും പറയാൻ നിൽക്കേണ്ടതില്ല. ഖുർആൻ എത്രയാ എന്റെ റബ്ബേ സ്വപ്നത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ഖുർആനിൽ സ്വപ്നം എത്രയാ പറയുന്നത്. യാക്കൂബ് നബി മകനെ ഉപദേശിക്കുന്നു. യൂസുഫ് നബിയെ സ്വപ്നം കണ്ടു കഴിഞ്ഞ ഉടനെ നല്ല സന്തോഷമുള്ള സ്വപ്നം കണ്ടത്, മോനെ ഇത് നീ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞാ ഉപദേശിക്കുന്നത്. സൂറത്ത് യൂസഫിന്റെ തുടക്കം ആ ആയത്ത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നീ സ്വപ്നം കണ്ടത് നിനക്ക് വിഷമവും നിനക്ക് പേടിയും ഉണ്ടാക്കുന്ന വെറുപ്പുള്ള സ്വപ്നമാണ് കണ്ടതെങ്കിൽ അള്ളാഹുവോട് ആ സ്വപ്നത്തെ തൊട്ട് കാവല് തേടണം. അള്ളാഹുവോട് പിശാചിനെ തൊട്ട് കാവല് തേടണം. എപ്പോഴാ? ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു, ഒരു ദുസ്വപ്നം കണ്ട് എന്ത് ചെയ്യണം? ദുസ്വപ്നം കണ്ടാൽ ഉറക്കിൽ നിന്നും ചാടി എണീറ്റാൽ ചെയ്യേണ്ടത് 2 കാര്യം. 2 അല്ല 3 കാര്യം. ഒന്നാമത്തേത് ആ സ്വപ്നം പടച്ചോനെ എനിക്ക് പ്രയാസമുള്ളത് ആവല്ലേ അല്ലാന്ന് ദുആ ചെയ്യണം. ഒന്നാമത്തേത് അതാ. പടച്ചറബേ ഈ സ്വപ്നം എനിക്ക് പ്രയാസമുള്ള ഇടങ്ങേറുണ്ടാക്കുന്ന സ്വപ്നമാവല്ലേ അല്ലാ, ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി ആ സ്വപ്നം കണ്ട്. ഈ സ്വപ്നം കണ്ടത് മുഖേന വരാനിരിക്കുന്ന സൂചന എനിക്ക് ബുദ്ധിമുട്ടുള്ളതാവല്ലേ എന്ന് നമ്മൾ ദ്വാരക്കണം. ഉത്തരവുണ്ട്. ദുസ്വപ്നം കണ്ടാൽ ഈ 3 കാര്യം ചെയ്യണം. രണ്ടാമത് ചെയ്യേണ്ടത് അള്ളാഹുവോട് പിശാചിനെ തൊട്ട് കാവൽ തേടണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ മതി, മനസ്സിൽ തട്ടി പറഞ്ഞാൽ മതി. പിശാചിനെ തൊട്ട് കാവൽ തേടണം. മൂന്നാമത് ചെയ്യേണ്ടത് നമ്മൾ ഇടത് വശത്തേക്ക് ഒന്ന് ആട്ടി 3 പ്രാവശ്യം തുപ്പണം. 3 പ്രാവശ്യം ആട്ടിത്തുപ്പണം. അങ്ങനെ അടുത്ത ആള് കിടക്കണ്ടെന്ന് നോക്കണം. ശരിക്കും തുപ്പല്ല, ആട്ടി തുപ്പണം. അതിന് ആ ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ 3 പ്രാവശ്യം തുപ്പണം. പിന്നെയോ ദുസ്വപ്നം കണ്ടാൽ 4മതൊരു കാര്യവും കൂടിയുണ്ട്. ഹദീസിലുണ്ട്, വലാ യുഹദ്ദിസ് ബിഹാ അഹദ, അതേക്കുറിച്ച് ആരോടൊന്നും പറയരുത്. ദുസ്വപ്നം കണ്ടാൽ ആരോടും പറയാൻ പാടില്ല. ഇനി 5മതൊന്നും കൂടി ഉണ്ട് കേട്ടോ. ദുസ്വപ്നം കണ്ടാൽ 5മത് മറ്റു റിവായത്തിലുണ്ട്, നിലവിൽ തല വെച്ച ഭാഗത്ത് നിന്ന് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് കിടക്കാം. കുറച്ച് അങ്ങോട്ട് കയറിയോ ഇറങ്ങിയോ, തല വെച്ചിരിക്കുന്നവർ തലണൊന്ന് മാറ്റി അങ്ങനെയും കിടക്കാം. അങ്ങനെ 5 കാര്യങ്ങൾ ദുസ്വപ്നം കാണുന്ന ആള് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സ്വപ്നം മുഖേന ഒരു പ്രയാസവും അവന് സംഭവിക്കില്ല. എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവന് ഒരു വിഷമവും ഇനി അത് സംബന്ധമായിട്ട് ഉണ്ടാവൂല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കണ്ടോട്ടോ, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ഉറക്കത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്ന കാര്യം ഇപ്പൊ പറഞ്ഞു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു ഹദീസ്, അതിന്റെ ബാക്കിയും ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്നുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഖദ മദ്ജഅഹു മിനൽ ലൈലി വദഅ യദഹു തഹത ഖദ്ദിഹി
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ വലത്തെ കൈ വലത്തെ കവിളിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് വലതുവശം ചെരിഞ്ഞ് ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാ കിടന്നുറങ്ങാം. അപ്പൊ അവിടുന്ന് പറയുന്ന ദിക്ർ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ എന്ന് പറഞ്ഞിട്ടാ കിടക്കാം. ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ അവിടുന്ന് പറയുന്നു, ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോഴുള്ള അദബുകളാണ് പറയുന്നത്. ഉറക്കിൽ നിന്നും ഉണരുമ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറ് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ മാതനാ വ ഇലൈഹിൻ നുശൂർ. അഹ്യാനി ബഅദമാ മാതനി എന്നും റിവായത്തിലുണ്ട്. അല്ലാഹുവേ, ഇന്നലെ എന്നെ മരിപ്പിച്ചിട്ട് ജീവിപ്പിച്ച അല്ലാഹ്, നിന്നിലേക്കാണ് മടക്കവും, നിനക്ക് സർവസ്തുതിയും. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഉറങ്ങി എണീറ്റാൽ ആദ്യം ചെയ്യേണ്ടത് അൽഹംദുലില്ലാ പറയണം. ആദ്യം ചെയ്യേണ്ടത് അൽഹംദുലില്ലാ. ഇന്നലത്തെ ഉറക്കം നമുക്ക് ഇബാദത്താവണം. ഇനി കേട്ടോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഇമാം ബുഖാരി മുസ്ലിം വീണ്ടും ഉദ്ധരിക്കുന്നു. عن ابي هريره رضي الله عنه قال رسول الله صلى الله عليه وسلم اذا استيقظ احدكم من نومه فلا يغمس يده في الاناء حتى يغسلها ثلاثا. നിങ്ങൾ ഓരോരുത്തരും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞ് ആ കൈ കൊണ്ടുപോയിട്ട് ശുദ്ധമായ ഒന്നിലും കൊണ്ടുപോയി വെക്കരുത്. ആ കൈ ശുദ്ധമായ ഒന്നിലും വെക്കരുത്. പ്രത്യേകിച്ച് കൊച്ചുമക്കളെ എടുക്കരുത്. കൊച്ചുമക്കൾ ആ കൈ കൊണ്ട് എടുക്കരുത്. നിങ്ങൾ പാത്രത്തിൽ കൊണ്ടുപോയി കൈ മുക്കല്ലേ. നിങ്ങൾ കൈ മുക്കുന്നതിന് മുന്നേയും നിങ്ങൾ ശുദ്ധിയുള്ള ഏതെങ്കിലും ഒരു സാധനം സ്പർശിക്കുന്നതിന് മുന്നേയും നിങ്ങളുടെ കയ്യിനെ നിങ്ങൾ നന്നായിട്ട് കഴുകണേ. 3 വട്ടം കഴുകും. വുളു എടുക്കുമ്പോൾ ഒരു മനുഷ്യന് അനിഷേധ്യമായ 6 പ്രാവശ്യം അവന്റെ മുൻകൈ കഴുകുക അല്ലേ? തുടക്കം തന്നെ കൈ കഴിയൂണ്ട. പിന്നെ കൈ മുട്ടു ഉൾപ്പെടെ കഴുകുമ്പോഴും അങ്ങനെ കഴുകുന്നു. 6 പ്രാവശ്യം ഒരു വുളു. 5 വഖത്ത് നിസ്കാരത്തിന് 5 വുളു എടുക്കുകയാണെങ്കിൽ 5×6 30. മിനിമം ഒരു 24 മണിക്കൂറിൽ മിനിമം നിസ്കരിക്കാൻ വേണ്ടി മാത്രം 30 പ്രാവശ്യം കൈ കഴുകേണ്ട മുൻകൈ. ദേ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ആദ്യം ചെയ്യേണ്ട അദബുകളിൽപ്പെട്ട ഒന്നാണ് കൈ 3 വട്ടം കഴുകണം. അപ്പൊ ആദ്യം 30 പറഞ്ഞു, 3 വേറെയായി. ഉറങ്ങുന്നതിന് മുമ്പ് നല്ലോണം ഒരു വുളു എടുക്കണമെന്ന് പറഞ്ഞു, അവിടെയും ഒരു 6 കഴുകൽ വേറെ വരുന്നുണ്ട്. അപ്പൊ 39ആയി. ഭക്ഷണം കഴിക്കാൻ കഴുകണം. അങ്ങനെ എത്ര കഴുകലാ ഉള്ളത്? ഒരു ശരാശരി ഒരു മുസ്ലിം ഏകദേശം 50 പ്രാവശ്യമെങ്കിലും മുൻകൈ കഴുകുന്നുണ്ട് 24 മണിക്കൂറിൽ. അത്രത്തോളം കൈ കഴുകാൻ 1400 കൊല്ലം മുന്നേ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് വരുന്നവൻ അവന്റെ കയ്യിനെ 3 വട്ടം കഴുകണം. ഫഇന്നഹു ലാ യദ്രി ഐന ബാതത് യദുഹു. ഇന്നലെ രാത്രി ആ കൈ ശരീരത്തിന്റെ അണുക്കളുള്ള ഏതൊക്കെ ഭാഗത്ത് പോയെന്ന് ആർക്കറിയാം? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കണ്ടോ, ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ വായ നല്ലവണ്ണം കുപ്പിളിച്ച് കളയണം. ചില ആൾക്കാരുണ്ട്, ഒരു യൂറോപ്യൻ സംസ്കാരമാണ്. കിടക്കപ്പായിന്ന് എണീക്കുന്നത് തന്നെ 10 മണിക്ക്. അപ്പോഴുണ്ട് ഒരു ബെഡ് കോഫി പല്ല് തേക്കാതെ കുടിക്കാം. ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കാണിക്കുന്ന എല്ലാ മീഡിയകളിലും എല്ലാ ഫിലിമുകളിലും ഒക്കെ ആ ഒരു സീനായിരിക്കും മിക്കവാറും കണ്ടിട്ടുള്ളത്. ബെഡ് കോഫി എന്ന് അതിന് പറയാം. നിങ്ങൾ ഉറക്കിൽ നിന്നും തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പുള്ള എണീക്കല. തഹജ്ജുദിനെ എണീച്ചു കഴിഞ്ഞാൽ ഇദാ ഖാമലി തഹജ്ജുദ് മിനൽ ലൈലി യസൂസു ഫാഹു ബിസ്സിവാക്കി. പല്ല് തേക്കുമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദിനെ എണീക്കാന്ന് പറഞ്ഞാൽ രാത്രി ഫുള്ള് കഴിഞ്ഞിട്ടില്ല, രാത്രി ഉറങ്ങിയിട്ട് സുബഹിക്ക് മുമ്പുള്ള എണീക്കലത്. എന്നാലും പല്ല് തേക്കുമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബെഡ് കോഫി കുടിക്കണേനൊന്നും കുഴപ്പമില്ല. സുബഹിയൊക്കെ നിസ്കരിച്ചിട്ടുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ പല്ലൊക്കെ തേച്ചിട്ട് വേണം അത് കുടിക്കാൻ. അരി കൊള്ളൂല. അപ്പോൾ അതും ഉറക്കിന്റെ ശേഷമുള്ള അതിൽപ്പെട്ടതാണ്. ബുഖാരി മുസ്ലിം ആ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി കണ്ടോ, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹുൽ മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കണ്ടോ. ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇസ്തൈഖള അഹദുകും മിൻ മനാമിഹി ഫത്തവല്ല فليستغفر ثلاثا فإن الشيطان يبيت على خيشومه. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു. ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അവന്റെ കൈ കഴുകണം. നേരത്തെ പറഞ്ഞല്ലോ, 3 പ്രാവശ്യം അവന്റെ മൂക്ക് ചീറ്റണം. എന്തേ കാരണം? ഇന്നലെ രാത്രി അവന്റെ തരിമൂക്കിൽ പിശാച് അന്തി ഉറങ്ങിയിട്ടുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആദ്യം അൽഹംദുലില്ലാ ചൊല്ലിയിട്ട് എണീക്കണം. 2 കൈ കഴുകണം. തഹജ്ജുദിനാണെങ്കിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായ കഴുകിയിട്ടുണ്ട്, പല്ല് തേച്ചിട്ടുണ്ട്. തഹജ്ജുദ് നേരം പുലർന്നിട്ടുള്ള കാര്യമല്ല, അപ്പൊ അത് ചെയ്യണം. മൂക്ക് 3 പ്രാവശ്യം ചീറ്റണം. ഇങ്ങനെയുള്ള അദബുകൾ ഉറക്കത്തിന്റെ ശേഷവും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.